കേരളത്തിൻ്റെ സമഗ്രമായ വികസന സാധ്യതകൾക്ക് വളരെ പെട്ടെന്ന് ചിറകുമുളയ്ക്കാൻ സാധിച്ച പദ്ധതിയാണ് കിഫ്ബിയിലൂടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല വികസന രംഗത്ത് ഇത്ര വലിയ മാറ്റം ചെറിയ സമയത്തിനുള്ളിൽ നേടിയെടുക്കാൻ കഴിയുമെന്ന് ആര് പ്രതീക്ഷിച്ചു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കിഫ്ബി ധനസഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള കഴിഞ്ഞ 8-9 വർഷക്കാലം കേരളത്തിൻ്റെ പൊതുവായ മാറ്റങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞൊരു പദ്ധതിയാണ് കിഫ്ബിയുടെ പദ്ധതികൾ. പശ്ചാത്തല വികസന മേഖലയുടെ സമഗ്രവും സുസ്ഥിരവുമായ പുരോഗതി ലക്ഷ്യമാക്കി കിഫ്ബി അനവധി പദ്ധതികൾ പ്രാബല്യത്തിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ജലവിഭവത്തിന്റെ വിവിധ പ്രോജക്റ്റുകളെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയ ശേഷം അത് എത്രത്തോളം പ്രാവർത്തികമാക്കാമെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കിഫ്ബി അനുമതി നൽകുന്നതും അവയ്ക്കാവശ്യമായ തുക വകയിരുത്തുന്നതും. PPP മാതൃകയിൽ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളുടെയും നോഡൽ ഏജൻസി കൂടിയാണ് കിഫ്ബി. കിഫ്ബി വഴി ജലഗതാഗതത്തിനും ജലവിഭവത്തിനും ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് റോഡ് വികസന രംഗത്താണെങ്കിലും നമ്മുടെ സ്കൂളുകളുടെ നവീകരണത്തിലാണെങ്കിലും ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണെങ്കിലും പ്രത്യക്ഷമായി പെട്ടെന്ന് ബോധ്യപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത് എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നാടാടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജലസേചന വകുപ്പുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുമൊക്കെ ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഈ കാലയളവിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. നാളിതുവരെ ഏതാണ്ട് 5000-ലധികം കോടി രൂപ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വിവിധ പദ്ധതികൾക്കായി കിഫ്ബിയുടെ ധനസഹായം ലഭിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതായ കുടിവെള്ള വിതരണം. അതോടൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് പഴയ പൈപ്പ് ലൈനുകളെല്ലാം മാറ്റി അവിടെയെല്ലാം പുതിയ തോതിൽ ശുദ്ധജല വിതരണത്തിന് അവസരമൊരുക്കാൻ കഴിയുന്ന പദ്ധതികൾ നമ്മുടെ നാടിന് വലിയ ഗുണം ചെയ്യുകയുണ്ടായി. ചെറുജലാശയ സംഭരണികൾ, വാട്ടർ ടാങ്കുകളൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നവയാണ്. കേരളത്തിന്റെ ഒരറ്റമായ മഞ്ചേശ്വരം മുതൽ മറ്റേ അറ്റമായ പാറശാല വരെ കേരളത്തിലുടനീളം ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താൻ നിരവധി ജലവിതരണ പദ്ധതികൾ കിഫ്ബി വഴി കേരള സർക്കാർ ജലവിഭവ വകുപ്പിനു വേണ്ടി ജല അതോറിറ്റി നടപ്പിലാക്കുന്നു. അതോടൊപ്പം ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇറിഗേഷൻ്റെ പ്രധാനപ്പെട്ട പല വർക്കുകളും, പ്രത്യേകിച്ച് കാണേണ്ടതായിട്ടുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജുകൾ എത്രയോ വലിയ പദ്ധതികളാണ്. 12 പദ്ധതികൾക്ക് ഏകദേശം 600 കോടി രൂപയിലേറെയാണ് ചിലവാക്കപ്പെട്ടത്. അഞ്ചരക്കണ്ടി, വടകരപ്പള്ളി, പുഴങ്കാവ് ഈ പദ്ധതിയെല്ലാം ഇതിനോടകം തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ബാക്കി പദ്ധതികളെല്ലാം ഓൺഗോയിങ് പ്രോസസ്സിലാണ്. ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ കാണുന്ന മറ്റൊരു പ്രധാന കാര്യം എത്രത്തോളം ഹെക്ടർ 17,250 ഹെക്ടർ ഭൂമിയിൽ
ഇതിൻ്റെ ഭാഗമായി ജലസേചനത്തിന് സൗകര്യം ഉണ്ടായതോടുകൂടി കൃഷിയിടങ്ങളിലുണ്ടായ മാറ്റം, ആ വളർച്ചയിലുണ്ടായിട്ടുള്ള നേട്ടം ഏറെ കർഷകർക്ക് പ്രയോജനം ലഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കേരളത്തിലുടനീളമുള്ള കേരള വാട്ടർ അതോറിറ്റിയുടെ 70 ജലവിതരണ പദ്ധതികൾക്കായി കിഫ്ബി ഇതുവരെ 4428.763 കോടി രൂപയുടെ ധനസഹായമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 60 പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതികൾക്കായി 4046.12 കോടി രൂപയും പഴയതും കേടായതുമായ 10 പൈപ്പ് ലൈൻ പ്രോജക്ടുകൾ ലൈൻ മാറ്റുന്നതിനായി 382.64 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ശുദ്ധജല വിതരണ രംഗത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ രൂപപ്പെടുത്താൻ നല്ല ടാങ്കുകൾ, അനുബന്ധ സൗകര്യങ്ങൾ, ഇതെല്ലാം ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പോലും കിഫ്ബിയുടെയും കൂടി സഹായം ഇതിനകത്ത് ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് വലിയ തോതിൽ മാറ്റങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജലജീവൻ മിഷൻ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ 17 ലക്ഷം കുടുംബങ്ങളിലാണ് ജല അതോറിറ്റിക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് 40 ലക്ഷം കുടുംബങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചരിത്രപരമായ നേട്ടത്തിൻ്റെ പന്താവിൽ എത്തി നിൽക്കുക. കേരളത്തിൽ 115 പഞ്ചായത്തുകൾ പൂർണ്ണമായും ശുദ്ധജല വിതരണം നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു. 9 നിയമസഭാ മണ്ഡലങ്ങളിൽ പൂർണ്ണമായും കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു. വരുന്ന ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും അത് 300-ലധികം പഞ്ചായത്തുകളിലേക്കും, ജാനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും അത് 600-ലധികം പഞ്ചായത്തുകളിലേക്കും വ്യാപിക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്തു തരാൻ കിഫ്ബിയുടെ സഹായം നല്ല നിലയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഭാഗമായി തന്നെ കാണുകയാണ്. പരമാവധി എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വാട്ടർ അതോറിറ്റി കിഫ്ബി വഴി നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട സേവനങ്ങളിൽ ഒന്നാണിത്. 255 പാക്കേജുകളിലായിട്ടാണ് കിഫ്ബി മുഖാന്തരം കേരള വാട്ടർ അതോറിറ്റി ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കിഫ്ബി ഇതിനായി കേരള വാട്ടർ അതോറിറ്റിക്ക് 154 പാക്കേജുകളിലായി 1920.28 കോടി രൂപയും നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് കൃഷിയിടങ്ങൾ, പുറം ബണ്ടുകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ കായലുകളിൽ ആഴം വർദ്ധിപ്പിക്കുക, സംഭരണശേഷി വർദ്ധിപ്പിക്കുക, എക്കലും തെളിയും മാറ്റുക, അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്താൻ 100 കോടിയും 150 കോടിയും ഒക്കെ പദ്ധതികളുടെ ഭാഗമായി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചു. തീരദേശ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഒരു മഴക്കാരുണ്ടായാൽ വീട് വിട്ട് ഓടിപ്പോകേണ്ടിയിരുന്ന എറണാകുളത്തെ ചെല്ലാനം തീരദേശ നിവാസികൾ ഇന്ന് എത്ര സംതൃപ്തരാണ്, നമുക്ക് നേരി കാണാൻ കഴിയുന്നില്ലേ? ഇന്ന് അവർക്ക് ഭയപ്പാടില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നു. സുരക്ഷിതമായ സംരക്ഷണ ഭിത്തി, അതോടൊപ്പം ആ സാധ്യതകളെ ടൂറിസവുമായി ലിങ്ക് ചെയ്താൽ മനോഹരമായൊരു ടൂറിസം പ്ലേസാക്കി മാറ്റാൻ സാധിക്കുന്നു. 360 കോടി രൂപയോളം ചെലവഴിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതോടൊപ്പം കേരളത്തിൽ 10 ഹോട്ട്സ്പോട്ടുകളാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. അതിൽ 1500 കോടി രൂപ കിഫ്ബി ധനസഹായത്തിലൂടെ ചെയ്യുന്നതിനുള്ള NCCR റിപ്പോർട്ട് ഉൾപ്പെടെ ലഭ്യമായി അതിൻ്റെ പ്രവർത്തന പദ്ധതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായി. 134 പാക്കേജുകൾക്കായി 1385.87 കോടി രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. ഇതിൽ 23 പാക്കേജുകൾ പൂർത്തിയായി, ബാക്കിയുള്ളവ അവസാനഘട്ട പണിപ്പുരയിലുമാണ്. ഇതിന് കാലികമായ ചിലവ് 614.565 കോടി രൂപയുമാണ്. കിഫ്ബി ഫണ്ടിങ്ങിന് കീഴിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രധാന കുടിവെള്ള പദ്ധതികളിൽ ഉൽപാദന ഘടകങ്ങളായ ഇൻടേക്ക് വെൽ, റോ വാട്ടർ പമ്പിംഗ് മെയിൻ, പമ്പ് ഹൗസ്, ട്രാൻസ്ഫോമർ, WTP, ലാബ് മുതലായവയും ഉൾപ്പെടുന്നുണ്ട്. തീരദേശ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒട്ടേറെ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ കേരളത്തിൻ്റെ ദൈർഘ്യമേറിയ തീരദേശത്തെ ഒരു ഘട്ടമായി സംരക്ഷിക്കൽ അസാധ്യമാണെങ്കിലും ഹോട്ട്സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത്
ഓരോ പ്രവർത്തികൾ പൂർത്തീകരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ചെല്ലാനം നിവാസികൾ ഒരു മഴക്കാരുണ്ടായാൽ ഓടി അകലേണ്ടിയിരുന്ന വീട് വിട്ടു പോകേണ്ടിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നവരെ സുരക്ഷിതരാക്കാനായിട്ട് കഴിയും. അവിടെ സംതൃപ്തിയാണ്, സന്തോഷമാണ്. 340 കോടി രൂപ മുടക്കി ടെട്രാപോഡ് ഉപയോഗിച്ച് കേരളത്തിൽ ആദ്യമായി ചെയ്ത ബൃഹത്തായ ആ കടൽഭിത്തി അഴകാർന്നതാണ്. ടൂറിസം പ്രൊമോഷന് കൂടുതൽ പ്രായോഗികമായ സമീപനം സ്വീകരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തീരദേശ സംരക്ഷണത്തിന് വേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചതിൽ വലിയ പങ്കാളിത്തമാണ് കിഫ്ബി നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 10-15 വർഷക്കാലം കൊണ്ട് ഒരുപക്ഷെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രവൃത്തികൾ പോലും സമയബന്ധിതമായി തീർന്ന് ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് പ്രയോജനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറിയ മഹത്തായ ഒരു കാര്യം. നമ്മുടെ ഈ സ്കൂൾ കെട്ടിടങ്ങൾ, അതോടൊപ്പം തന്നെ ആശുപത്രി കെട്ടിടങ്ങൾ, അതൊക്കെ നമുക്ക് 10 കോടി 60 കോടി, അതൊക്കെ ഒരു ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി പ്രായോഗികമായി ചിന്തിച്ചാൽ ഗവൺമെൻറ്റിൻ്റെയോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ പ്ലാൻ ഫണ്ട് മുഖാന്തരമൊക്കെ എടുത്താൽ എത്ര കാലഘട്ടം കൊണ്ടാണ് ചെയ്യാൻ സാധിക്കുക? അതിനെല്ലാം വളരെ പെട്ടെന്ന് ആ തുക മുടക്കാൻ സാധിച്ച് ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭ്യമാക്കി കൊടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ട്രാൻസ്മിഷൻ ശൃംഖലയിലെ ക്ലിയർ വാട്ടർ പമ്പിംഗ് മെയിൻ, ബൂസ്റ്റർ സ്റ്റേഷനുകൾ, OHSR, GLSR തുടങ്ങിയവയും വിതരണ ശൃംഖല ഘടകങ്ങളായ വിതരണ മെയിനുകൾ, റൈഡർ മെയിനുകൾ, സേവന ലൈനുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിലവിലുള്ള സ്കീമുകളുടെ വർധനവും പുനഃസ്ഥാപനവും പദ്ധതിയിൽ പെടുന്നവയാണ്. അപ്പം 10 വർഷക്കാലം കൊണ്ട് തീരേണ്ടത് 2 വർഷം കഴിയുമ്പോൾ തൊട്ട് ജനങ്ങൾ അതിൻ്റെ പ്രായോഗിക സമീപനത്തിൽ അതിൻ്റെ പ്രയോജനം അനുഭവപ്പെടുന്നവരായി മാറുന്നു. അതാണ് നമ്മുടെ നാടിനുണ്ടായ വളർച്ച. അതിൽ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് കേരളത്തിലെ പൊതുജനങ്ങൾ നോക്കിക്കാണുന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും തീർച്ചയായിട്ടും ആ കാര്യത്തിൽ വളരെ സന്തുഷ്ടിയോടു കൂടിയാണ്. ഒട്ടേറെ കാര്യങ്ങൾ സമയബന്ധിതമായി തീർത്ത് ജനങ്ങൾക്ക് സഹായകമാകുന്ന നിലപാട് സ്വീകരിക്കാൻ കേരള വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കിഫ്ബിയുടെ സഹായം ലഭിച്ചു എന്നുള്ളതിൽ പ്രത്യേകമായിട്ടുള്ള എല്ലാ തലത്തിലുമുള്ള സന്തോഷമാണ് എനിക്ക് രേഖപ്പെടുത്താനായിട്ടുള്ളത്. സംസ്ഥാനത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്തുന്ന ജല അതോറിറ്റിക്ക് കിഫ്ബി മുഖാന്തരം ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുവാനും പുനരുജ്ജീവിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ജനക്ഷേമ തൽപര പ്രവൃത്തികളിലൂടെ കേരള വാട്ടർ അതോറിറ്റിയും കിഫ്ബിയും ഗവൺമെന്റ് തലത്തിൽ ഒരുപാട് പ്രശംസയ്ക്ക് പാത്രീഭൂതരായിട്ടുണ്ട്.